മുല്ലപ്പെരിയാർ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ചു. വിശദാംശങ്ങളുമായി സ്വാതി സന്തോഷ് ചേർന്നു ദില്ലിയിൽ നിന്നും. സ്വാതി, വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് കേരളത്തിന്റെ ഒരു ആവശ്യം കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിക്കുന്നു. തമിഴ്നാടിന്റെ വാദം എന്തായിരുന്നു? കേരളം എന്തിനു വേണ്ടിയായിരുന്നു വാദിച്ചത്? മറ്റു വിശദാംശങ്ങൾ കൂടി. വിനിഷ, മുല്ലപ്പെരിയാർ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യമാണ് ഇപ്പോൾ കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ളത്. 12 മാസത്തിനകം നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ ജല കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മുല്ലപ്പെരിയാർ ഡാം മേൽനോട്ട സമിതിയുടെ ഏറ്റവും പുതിയ യോഗത്തിലായിരുന്നു ഈ അണക്കെട്ടിന്റെ വിശദമായ സുരക്ഷ വിലയിരുത്തലെന്ന കേരളത്തിന്റെ ദീർഘകാലമായിട്ടുള്ള ആവശ്യം പരിഗണിച്ച് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത്. രാകേഷ് കശ്യപിന്റെ അധ്യക്ഷതയിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് മേൽനോട്ട സമിതിയുടെ 18ാമത് യോഗം ഇന്ന് ദില്ലിയിൽ കേന്ദ്ര ജല കമ്മീഷൻ ആസ്ഥാനത്ത് വെച്ച് ചേർന്നത്. 2021 ഡാം സുരക്ഷാ നിയമം അനുസരിച്ച് സുരക്ഷാ പരിശോധന 2026 വരെ വൈകിപ്പിക്കണമെന്ന തമിഴ്നാടിന്റെ വാദം യോഗത്തിൽ തള്ളിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു അനുമതി ജല കമ്മീഷൻ നൽകിയിട്ടുള്ളത്. വിനിഷ. ശരി സ്വാതി, വ്യക്തമാണ്. മുല്ലപ്പെരിയാർ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ചു. ഇപ്പോൾ ഡാമിൽ പരിശോധന നടത്തേണ്ടതില്ലെന്ന തമിഴ്നാടിന്റെ വാദം തള്ളിക്കൊണ്ടാണ് കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചത്. 12 മാസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. സ്വാതിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.